അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് കാണിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഉച്ചക്ക് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് കേട്ടോ. ഇതിലിപ്പം നമ്മൾ 3 സംഭവങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചോറിൻ്റെ കൂടെ. അപ്പോൾ അതിൽ കാണുമ്പോൾ തന്നെ അറിയില്ലേ ഏതായിരിക്കും ഹെൽത്തി ആയിട്ടുള്ളതെന്ന്? അതിനിടോ നമ്മുടെ ചീരത്തോരൻ. ഇതിപ്പം സാധാ ചീരയല്ല, നമ്മുടെ മലേഷ്യൻ ചീര വെച്ചിട്ടുള്ള അടിപൊളി ഒരു ചീരത്തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴേ ഈ ഒരു ചീരയുടെ പിന്നിലൊരു കഥയുണ്ട്. പിന്നെ എല്ലാ നാട്ടിലും ഇതിന് മലേഷ്യൻ ചീര എന്ന് തന്നെയല്ലേ പറയുക. ഇനിയിപ്പോൾ ഇതിന് വേറെ പേരും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ, എനിക്കറിയില്ല. ഞങ്ങളിതിന് മലേഷ്യൻ ചീര എന്നാണ് പറയുക കേട്ടോ. ഇത് എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഉണ്ട്, നല്ല വലിയ ഇലയൊക്കെ ആയിട്ട് ഒരുപാടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഉപ്പയും ഉമ്മയൊക്കെ നാട്ടിൽ നിന്ന് ആരെങ്കിലും അറിയുന്ന ആൾക്കാരോ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ ഖത്തറിൽ വരുന്ന സമയത്ത് എനിക്കും കുട്ടികൾക്കൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു മലേഷ്യൻ ചീരയുടെ ഇലയും വെച്ചിട്ടുണ്ടായിരുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇലകൾ വെച്ചിട്ടുള്ള തോരൻ കഴിക്കാനായിട്ട്, നമ്മുടെ മുരിങ്ങയുടെയും ചീരയുടെയും ഒക്കെ. അപ്പോൾ അങ്ങനെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതിൽ കുറച്ച് ഒരു 2 പ്രാവശ്യമായിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള അത്രയും തോരൻ്റെ ഇലകൾ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ കൂടെ 2 കമ്പും പൊട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ 2 കമ്പ്. എനിക്ക് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല ഇത് മുളക്കുന്നത്. പക്ഷേ ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എവിടെ വേണമെങ്കിലും മുളച്ചോളും, ജസ്റ്റ് എവിടെയെങ്കിലും ഒന്നങ്ങ് കുഴിച്ചിട്ട് കൊടുത്താൽ മതിയെന്ന്. ഞാനതൊരു 2-3 ദിവസത്തോളം വെറുതെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ കുറച്ച് തണുത്ത വെള്ളമാക്കിയിട്ട് അതിൽ ജസ്റ്റ് ആ കമ്പങ്ങ് ഇറക്കി വെച്ച് കൊടുത്തേ. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ കാണാം അതിൽ ഒരു 2-3 ഇലകളൊക്കെ തളിർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെറുതെ അതിൽ 2-3 കമ്പുണ്ടായിരുന്നു. അപ്പോൾ 2 ഞാൻ താഴെ ഒരു പറമ്പ് പോലെ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ ആളതാണ്. അപ്പോൾ അവരുടെ ആ ഒരു സ്ഥലത്ത് ജസ്റ്റ് അതങ്ങ് കുഴിച്ചിട്ട് കൊടുത്തു. ഒരു കമ്പ് എടുത്തിട്ട് ഞാനിതാ എൻ്റെ ബാൽക്കണി എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ വിൻഡോൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ ഈ ഒരു ചട്ടിയിലാക്കിയിട്ടും കുഴിച്ചിട്ട് കൊടുത്തേ. ആ ഒരു പുറത്ത് കുഴിച്ചിട്ട് 2 നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇതെന്താണെന്നറിയില്ല, ഇതെനിക്ക് തളിർത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിപ്പം ഇതാ ഈ കാണുന്ന ഇത്രയും വലിപ്പം മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു വർഷത്തിൻ്റെ മേലെയായി എൻ്റെ എടുക്കുക. ഈ വലിപ്പത്തിലും മുകളിലോട്ട് നീളം വെക്കുന്നില്ല. അതുപോലെ തന്നെ ഇലകളും ഈ ഒരു വലിപ്പം മാത്രമേ ഉണ്ടാവാറുള്ളൂ കേട്ടോ. നമ്മളെ നാട്ടിലത്തെ പോലെ വലിയ വലിപ്പത്തിലൊന്നും ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിലും മാഷാ അല്ലാ ഞാനൊരു 5-8 പ്രാവശ്യം ഇതിന്ന് ഇലകൾ പറിച്ചിട്ട് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ എനിക്ക് മനസ്സിലായി ഇതിന് അത്യാവശ്യം വെള്ളമോ കാര്യങ്ങളൊന്നും വേണമെന്നില്ല കേട്ടോ. നമ്മൾ ഉംറക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ 10 ദിവസത്തേക്ക്, ആ ഒരു 10 ദിവസവും ഇത് വെള്ളമൊന്നും നനച്ചു കൊടുക്കാതെ ഈ ഒരു ടെറസിൽ ഉണ്ടായിരുന്നേ. എന്നിട്ടും മാഷാ അല്ലാ ഇതിൽ നിന്ന് ഇഷ്ടംപോലെ എനിക്ക് ഇലകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്ര വലുപ്പേ ഉണ്ടാവുള്ളൂ എന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു തോരനും വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇലകൾ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ റവാബിൽ നിന്ന് മുൻപ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചുവന്ന ചീര ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് 2 വേരുകളുള്ള കമ്പ് കുഴിച്ചിട്ടിട്ട് അതൊന്നും ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു 3-4 പ്രാവശ്യം അങ്ങനെ ഞാൻ അതിന്ന് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമുക്ക് അത് 2 മിക്സ് ആക്കിയിട്ട് ഇപ്പോൾ ഒന്നങ്ങ് തോരൻ വെക്കാം കേട്ടോ. ഉച്ചക്ക് ചോറിന് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്. എന്നാലും ഈ ഒരു മലേഷ്യൻ ചീര വെച്ചിട്ട് ഇതുവരെ ആരെങ്കിലും തോരൻ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അതിനെങ്ങനെ ആദ്യം തന്നെ നമ്മൾ ആ ഒരു ഇലകൾ പറിച്ചെടുക്കുക, എന്നിട്ട് നല്ലോണം ഒന്നങ്ങ് കഴുകിയെടുക്കുക. പിന്നെ ഞാൻ ഇന്നാൾ ഒരിക്കൽ റീൽസിലെങ്ങാൻ കണ്ടിട്ടുണ്ടായിരുന്നേ, ഇതിൻ്റെ ആ ഒരു തണ്ട് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഇല പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു തണ്ടിൻ്റെ ഭാഗത്ത് ഒരു പാല് പോലെ ഉണ്ടാവും. അത് വിഷാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്കിതുവരെ അതൊന്നും അനുഭവപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നല്ലോണം ആ ഒരു ഇലകൾ കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ കുനുകുനാന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഈ ഒരു മലേഷ്യൻ ചീര നമ്മൾ ഒരുപാട് മൂക്കാൻ വെക്കരുത് കേട്ടോ. നാട്ടിൽ നിന്ന് അത്യാവശ്യം വലുപ്പമുള്ള ഇലകളാകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് മൂത്തിട്ടുള്ള ആ ഒരു ഇലയുടെ തോരൻ അത്രയ്ക്ക് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറില്ല. ഇതിപ്പം ആ ഒരു തളിരില പോലെ ആയിട്ട് പെട്ടെന്ന് നമ്മൾ പറിച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ അത് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ ആസ് യൂഷ്വൽ നമ്മൾ ചീരക്കൊക്കെ എടുക്കുന്നത് പോലെ തന്നെ വലിയുള്ളി ചെറിയുള്ളി എടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. സവാള എടുത്തിട്ടുണ്ട്, അത് കുനുകുനാന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ട് പച്ചമുളകും കട്ട് ചെയ്ത് എടുക്കുക. ഇനി ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ചൂടായ ചീനച്ചട്ടിയിലോട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് കടുക് ഇട്ട് കൊടുത്തിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് നല്ലോണം പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. അതൊന്നങ്ങ് കളറ് ചേഞ്ചായി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് നമ്മൾ ആ ഒരു പച്ചമുളക് തന്നെ മാത്രം മതിയാകും. ഞാനിപ്പോൾ കുറച്ച് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു തോരന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കാം.
ആ ഒരു സവാള നല്ലോണം ഒന്നങ്ങ് വഴണ്ട് വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാമേ. തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കുന്ന സമയത്തായിരിക്കും തോരനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നമ്മൾ തേങ്ങ ചേർക്കാതെയും ഞാൻ ഈ ഒരു മലേഷ്യൻ ചീര വെക്കാറുണ്ട് കേട്ടോ. അത് നമ്മളെ പരിപ്പ് കുത്തി കാച്ചിട്ട് അങ്ങനെ നമ്മൾ സാധാരണ ചീര വെക്കാറില്ല, പരിപ്പ് വേവിച്ചിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട്, അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മെഴുക്ക് വരട്ടി പോലെ കഴിക്കാൻ അങ്ങനെയും ഞാൻ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇതിപ്പം നമ്മൾ ചിരകിയ തേങ്ങ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ പൊടിച്ചെടുക്കുകയൊന്നും ചെയ്യുന്നില്ല, മിക്സിയിൽ ഡയറക്റ്റ് ആ ഒരു തേങ്ങ ചിരകിയിട്ട് ഇതിലോട്ട് ചേർത്തിട്ട് നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. ചിലരൊക്കെ നമ്മൾ ചീരയുടെയും മുരിങ്ങയുടെയും ഒക്കെ തോരൻ വെക്കുന്ന സമയത്ത് ഈ ഒരു തേങ്ങയുടെ ഇതുണ്ടല്ലോ, ഇതും സവാളയും കാര്യങ്ങളൊക്കെ മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നത് കാണാറുണ്ട്. അതെനിക്ക് അത്ര വലിയ ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ഇലകളുടെ കൂടെ ഡയറക്റ്റ് ആ ഒരു പച്ചത്തേങ്ങ കുഴച്ചിട്ടൊക്കെ ഓരോരുത്തർ വെക്കുന്നത് കാണാം. പക്ഷേ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളതും കഴിക്കാൻ നല്ലതായിട്ടും തോന്നിയത് ഇങ്ങനെയാണ്. ഈ ഒരു തേങ്ങ ഡയറക്റ്റ് നമ്മളെ എണ്ണയിൽ നല്ലോണം വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ഇലകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമ്മൾ അടച്ചൊന്നും വെക്കണ്ടേ, അറിയാലോ ഇലകളല്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടിക്കോളും. പിന്നെ ഇലകൾ നമ്മൾ എത്ര കട്ട് ചെയ്തെടുത്താലും അപ്പോൾ കുറേ ഉള്ളതുപോലെ തോന്നുമെങ്കിലും അതൊന്നങ്ങ് വാടി വരുന്ന സമയത്ത് ഇലകൾ ചുരുങ്ങിയിട്ട് ക്വാണ്ടിറ്റി കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം നല്ലോണം ഇതൊന്നങ്ങ് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി കിട്ടിക്കോളെ. ഒരുപാട് സമയം ഇട്ടിട്ട് ഇലകളൊന്നും നമ്മൾ ഒരുപാട് ഓവർ കുക്ക് ചെയ്തെടുക്കരുത്, അപ്പോൾ അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ്സും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓൾറെഡി ആ ഒരു അയണിൻ്റെ കടായി ആയതുകൊണ്ട് അതിൻ്റെ ചൂടിൽ കടന്നിട്ടും ഒന്നങ്ങ് കുക്കാക്കി കിട്ടിക്കോളും. അപ്പോൾ പകുതി വേവാകുന്ന സമയത്ത് തന്നെ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. ആർക്ക് വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക, അസാധ്യ ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇനിയിപ്പം ഇലകളൊന്നും ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഈ ഒരു ചീരയുടെ ഉപ്പേരി ഉണ്ടാക്കി നോക്കാം. പിന്നെ ഞങ്ങളൊന്നും തോരെന്ന് പറയാറില്ല കേട്ടോ, ഞങ്ങളൊക്കെ ഈ ഒരു തേങ്ങയൊക്കെ ഇട്ട് വെക്കുന്ന വറുത്തതിനൊക്കെ നമ്മൾ ഉപ്പേരി എന്നാണ് പറയാറ്. അപ്പോൾ ആ ഒരു ചൂടുള്ള മലേഷ്യൻ ചീരയുടെ ഉപ്പേരിയും പിന്നെ ആർഭാടത്തിന് വേണ്ടി മാത്രം കുറച്ച് കൂന്തൽ ഫ്രൈയും കടലയും പച്ചക്കായ ഇട്ടിട്ടുള്ള കറിയും ഇട്ട് നല്ല ചൂട് ചോറ് കൂട്ടി കുഴച്ചൊന്ന് കഴിച്ച് നോക്കിയേ. വേറെ എന്ത് വേണം നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനല്ലേ. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ ആരുടെയെങ്കിലും വീട്ടിലൊക്കെ നിങ്ങൾ ഈ ഒരു മലേഷ്യൻ ചീര കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേ, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് റെസിപ്പി ആ ഒരു ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലുള്ള ഈസി റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണാൻ നമ്മുടെ അച്ചസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.